മദ്യനികുതി, PM ശ്രീ, സ്വകാര്യ ഖനനം. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷമുയർത്തി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ ഏറ്റെടുത്ത വിഷയങ്ങളിൽ മറുപടിയായോ? മറുപടി പറയുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ ഭേദഗതി ഉണ്ടാക്കിയവരും PM ശ്രീയിൽ ഒളിച്ചൊപ്പിട്ടവരും സ്വകാര്യ ഖനന മുതലാളിമാർക്ക് ഒത്താശ ചെയ്തവരും കൂടുതൽ വെളിപ്പെടുകയാണോ ചെയ്തത്? ഒന്നാം പിണറായി സർക്കാർ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് 78% മാത്രം വിൽപ്പന നികുതി നിശ്ചയിച്ച കാര്യം മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിലെ ആരോപണത്തിന്റെ വീര്യം കെട്ടോ? സഭയിൽ നൽകിയ വ്യക്തത മുഖ്യമന്ത്രി പാർട്ടിയിലും മുന്നണിയിലും വരുത്തിയിരുന്നുവെങ്കിൽ പാർട്ടിയിലെ ജനാധിപത്യം അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടി വരുമായിരുന്നു. നികുതി നയമാകുമോ എന്ന് UDF തീരുമാനിക്കുമെന്ന പ്രഖ്യാപനം വേണ്ടിവന്നത് മുഖ്യമന്ത്രിക്ക് ക്ഷീണമായില്ലേ? PM ശ്രീ ഒപ്പിട്ടത് സർവശിക്ഷാഭിയാൻ ഫണ്ട് കിട്ടാനെന്ന് വിശദീകരിച്ച പ്രതിപക്ഷ നേതാവ് പാർട്ടി മുഖപത്രത്തിൽ PM ശ്രീയെ പുകഴ്ത്തിയെഴുതിയ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ലേഖനത്തെ എങ്ങനെ വിശദീകരിക്കും? ഫണ്ട് കിട്ടാൻ വിശ്വാസയോഗ്യമായ പുകഴ്ത്തൽ വേണമെന്ന ഉപദേശം കൂടി കേന്ദ്ര സർക്കാർ ഇടനിലക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ടോ? കരിമണൽ ഖനനത്തിൽ സ്വകാര്യവൽക്കരണമെന്ന പ്രതിപക്ഷ ആരോപണം കേട്ട ഉടൻ വടിയെടുക്കുന്ന പാർട്ടി ഭരണകാലത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന പ്രത്യയശാസ്ത്ര ധീരർക്ക് പ്രതിപക്ഷത്തിന് നൽകിയ ഊർജ്ജത്തിൽ ആശ്വാസമായോ? പോരിലാര് എന്നതാണ് ചോദ്യം.